നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായ ഇവാൻ ആശാൻ പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് ദിമിയെ മാത്രം ആശ്രയിക്കേണ്ടി വന്നുവെന്നും എന്നൊരു റിയാലിറ്റിയാണെന്നും ഇവാൻ ആശാൻ പറയുന്നു. ലൂണയുടെയും പെപ്രയുടെയും അഭാവം ടീമിൻ്റെ ക്വാളിറ്റിയെ ബാധിച്ചിട്ടുണ്ടെന്നും ഇവാൻ കഴിഞ്ഞ ദിവസം മത്സരത്തിന് ശേഷം പറയുകയായിരുന്നു. ലീഗിൽ ഇതുവരെ 12 ഗോളുകൾ നേടിക്കൊണ്ട് ഡിമിട്രിയോസ് ഡാമൻഡക്കോസ് മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിങ്ങിൽ വേറെ ആരും ഗോളടിച്ച് ദിമിയെ സഹായിക്കാൻ ഇല്ല എന്നാണ് ഇപ്പോൾ ഇവാൻ ആശാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മത്സരശേഷം ഇവാൻ പറഞ്ഞ മറ്റൊരു വാക്കാണ് തോറ്റതിൽ നിരാശയുണ്ടെന്നും പക്ഷേ ഈ പ്രകടനത്തിൽ അഭിമാനം കൊള്ളുന്നുവെന്നും ടാക്റ്റിക്കലി ഞങ്ങൾ ഇന്ന് മികച്ചു നിന്നുവെന്നും അവർ നമ്മുടെ മേൽ ആധിപത്യം നേടുന്ന പ്രകടനമല്ല നടത്തിയത്, കളി നിയന്ത്രിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നുവെന്നും പന്തും ഞങ്ങളുടെ കയ്യിലായിരുന്നു ഇവാൻ പറഞ്ഞു. എന്നാൽ കുറച്ച് പിഴവുകൾ തിരിച്ചടിയായെന്നും 2 തവണ തിരിച്ചു വന്നിട്ടും ഇങ്ങനെ കളി കൈവിട്ടു പോകാൻ അനുവദിക്കരുതെന്നും ഇവാൻ പറഞ്ഞു. ഇന്ന് 2 തവണ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചുവെന്നും 2 തവണയും മിനിറ്റുകൾക്കകം ഗോൾ വഴങ്ങി വീണ്ടും ബ്ലാസ്റ്റേഴ്സ് പിറകിലേക്ക് പോകുകയായിരുന്നുവെന്നും മോഹൻ ബഗാനെ പോലുള്ള ടീമുകൾക്കെതിരെ ഇത്തരം അബദ്ധങ്ങൾ കാണിച്ചാൽ വില കൊടുക്കേണ്ടി വരുമെന്നുമാണ് ഇവാൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ദുഃഖം പകരുന്ന ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഗോളടി വേട്ടക്കാരനായ ഡിമിട്രിയോസ് ഡാമൻഡക്കോസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ പോകുന്നുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് താരം മുംബൈ സിറ്റി FC പോകുന്നുവെന്ന് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത സീസണിലാണ് മുംബൈ സിറ്റി FC ഡിമിട്രിയോസ് ഡാമൻഡക്കോസ് എന്ന് പറയുന്ന ഗോളടി വേട്ടക്കാരൻ പോകുന്നുവെന്നൊക്കെ ഇപ്പോൾ പുതിയ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ കുറച്ച് സത്യാവസ്ഥയുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഡിമിട്രിയോസ് ഡാമൻഡക്കോസ് എന്ന് പറയുന്ന താരം ടീം വിട്ടാൽ അത് ടീമിനെ ബാധിക്കുമോ ഇല്ലയോ എന്നെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.